ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പതിയെ ക്രിസ്മസിലേക്ക് കടക്കുകയാണ്. ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഈ ലോകത്തിലുള്ള പ്രത്യക്ഷീകരണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്ന്, അതിൽ വളരെ സുപ്രധാനമായി ഈശോ ജനിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. ഈശോയെ ആദ്യമേ തിരിച്ചറിഞ്ഞത് ആട്ടിടയന്മാരാണ്. എന്നാൽ അതിനും മുന്നോടിയായി ഏറ്റവും അധികം യാത്ര ചെയ്ത് യേശുവിനെ മനസ്സിലാക്കി ഈശോയുടെ പക്കലേക്ക് വന്ന് ചേർന്നത് യഥാർത്ഥത്തിൽ പൂജ രാജാക്കന്മാരാണ്. ഈ പൂജ രാജാക്കന്മാർ എന്താണ് കൊണ്ടുവന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവർ കൊണ്ടുവന്നത്. ഒന്ന് സ്വർണം, കുന്തിരിക്കം, മീറ. ഇത് 3ഉം യഥാർത്ഥത്തിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഏറ്റവും ആദ്യം എന്താണ് കൊണ്ടുവന്നത്? സ്വർണം. സ്വർണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാജകീയതയുടെ ഒരു വലിയ അടയാളമായിട്ടാണ് വചനത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, സുവിശേഷത്തിലും മറ്റ് സ്ഥലങ്ങളിലും വചനത്തിലും ഇനി പുറമേ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ രാജാവിൻ്റെ കിരീടം എപ്പോഴും സ്വർണത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം രാജ്യത്വത്തിൻ്റെ രാജാവാണ് എന്നുള്ള സൂചനയാണ് യഥാർത്ഥത്തിൽ സ്വർണം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം രാജാതിരാജനായ ഈശോ നമ്മുടെ അടുക്കലേക്ക് വന്ന് സ്വർണം നമ്മൾ ആ രാജാവിന് സമർപ്പിച്ച് ഏകരാജാവായി ഈശോയെ നമ്മൾ കാണുകയാണ്. അപ്പോൾ പൂജ രാജാക്കന്മാർ ആദ്യമായി കൊണ്ടുവന്നത് സ്വർണമാണ്. ആ സ്വർണം യേശുവിൻ്റെ രാജ്യത്വം സൂചിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് പൂജ രാജാക്കന്മാർ കൊണ്ടുവന്നത് മീറയാണ്. മീറയെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് വചനത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സുവിശേഷം വളരെയധികം ശ്രദ്ധയോടുകൂടെ വായിച്ചാൽ മീറ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം, ഈശോ കുരിശിലായിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് നൽകപ്പെട്ടത് മീറ കലർത്തിയ വീഞ്ഞാണ്. രക്ഷാകരമായി ഈശോ എപ്രകാരമാണ് നമ്മളെ രക്ഷിച്ചത്, ഈശോ എപ്രകാരമാണ് രക്ഷകനായി തീരുക എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ മീറ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് മീറ എന്ന വസ്തു യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. നമ്മൾക്ക് ഏക രക്ഷകൻ മാത്രമേ ഉള്ളൂ, ഒരൊറ്റ രക്ഷകൻ. രക്ഷകന്റെ പേര് യേശു എന്ന് തന്നെയാണ്. ആ യേശു നാമത്തെ സ്തുതിക്കുവാനുള്ളൊരു കാലഘട്ടമാണ്. ആ രക്ഷകന്റെ രക്ഷാകര പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുവാനൊരു കാലഘട്ടമായി തന്നെയാണ് ഈ ക്രിസ്മസിനെ നമുക്ക് കാണേണ്ടത്. മീറയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. നമുക്കറിയാം, രക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മീറയിലൂടെ നാം ചിന്തിക്കുമ്പോൾ ഈ രക്ഷകന്റെ കാര്യം പറഞ്ഞ പ്രവാചകന്മാരെ കുറിച്ചും കൂടെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഒരു പ്രവചനം എന്ന് പറയുന്നത് ഏശയ്യായുടെ പ്രവചനമാണ്. ഏശയ്യായുടെ പ്രവചനം അനുസരിച്ച് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു സഹനദാസനാണെന്നും ആ ദാസന്റെ ഈ ലോകത്തിലെ മനുഷ്യാവതാരമാണ് യേശു ക്രിസ്തു എന്നുള്ള കാര്യവും നമുക്ക് ഓർക്കുക. ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ മുൻപിൽ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ രാജാക്കന്മാർ സമർപ്പിച്ച ഈ മീറയെ പോലെ നമ്മുടെ ജീവിതങ്ങളും ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ സമർപ്പിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മൂന്നാമതായി രാജാക്കന്മാർ കൊണ്ടുവന്നത് കുന്തിരിക്കമാണ്. കുന്തിരിക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും അടുത്ത് വരുന്നത് എന്താണ്? ദേവാലയത്തിനുള്ളിലുള്ള പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കുന്തിരിക്കത്തിൻ്റെ മണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും എല്ലാവരും തന്നെ കുന്തിരിക്കത്തിൻ്റെ മണം അനുഭവിച്ചിരിക്കുന്നതും ദേവാലയത്തിലാണ്. പഴയ നിയമം മുതൽ യഥാർത്ഥത്തിൽ ദേവാലയത്തിൽ കുന്തിരിക്കം പുകയ്ക്കാറുണ്ട്. കാഴ്ച വസ്തുവായിട്ടും ബലി അർപ്പണത്തിനായിട്ടും പലപ്പോഴും കുന്തിരിക്കം ഉപയോഗിക്കാറുണ്ട്. പഴയ നിയമം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, പാപപരിഹാരത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി അർപ്പിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളിൽ ഒന്ന് കുന്തിരിക്കമായിരുന്നു. ആ കുന്തിരിക്കത്തിലൂടെ യേശുവിൻ്റെ പൗരോഹിത്യമാണ് നമ്മുടെ മുൻപിൽ നൽകുന്നത്. അനേകർക്ക് വേണ്ടി
പാപപരിഹാരമായി മാറിയ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. എന്നും ഈശോയെ നമ്മൾ അനുഭവിച്ചറിയുന്നത് ഈ പൗരോഹിത്യത്തിലൂടെയാണെന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം. അപ്പോൾ ഈ ക്രിസ്മസിൽ ഈ 3 വസ്തുക്കളുടെയും പ്രാധാന്യം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ 3 ദൗത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 1, ഈശോ രാജാവാണെന്നുള്ള സത്യം. 2, ഈശോ ഏകരക്ഷകനാണെന്നുള്ള സത്യം. 3, ഈശോ പുരോഹിതനാണെന്നുള്ള സത്യം. ഈ സത്യം മനസ്സിലാക്കി ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. പൂജ രാജാക്കന്മാർ യേശു ക്രിസ്തുവിന് മുൻപിൽ ഈ 3 വസ്തുക്കളാണ് സമർപ്പിച്ചെങ്കിൽ, ഈ 3 കാഴ്ചകളാണ് സമർപ്പിച്ചെങ്കിൽ, ഈ ക്രിസ്മസിന് നമുക്ക് സമർപ്പിക്കുവാൻ പറ്റുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും പൂർണ്ണമായ ഒരു സമർപ്പണമായി നൽകുവാനുള്ള കാലഘട്ടമായി ഈ ക്രിസ്മസിനെ നമുക്ക് കാണാം. ആ സമർപ്പണത്തിലൂടെ യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയുടെ സമർപ്പണത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും ധന്യമായി തീരുന്നത്. കാരണം നമ്മൾ ഏക രാജാവിനെ, ഏക രക്ഷകനെ, ഏക പുരോഹിതൻ്റെ അടുക്കിലേക്കാണ് ഈ ക്രിസ്മസ് രാത്രിയിൽ ബലി അർപ്പണത്തിനായി, കുർബാന അർപ്പണത്തിനായി പോകുന്നത്. ആ കുർബാന അർപ്പണത്തോടു കൂടെ നമ്മുടെ ജീവിതവും സമർപ്പിക്കുവാനായി ദൈവം നമുക്ക് കൃപ നൽകട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു.